കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദേവു വീട്ടിലേക്ക് വന്നൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ പേരിൽ രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. രേവതിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നെ മാത്രമല്ല തന്റെ വീട്ടുകാരെയും. അതിനേക്കാൾ ഉപരി രേവതിക്ക് സങ്കടം വന്ന് തന്റെ അച്ഛനെ പറഞ്ഞു പോയതാ. മരിച്ചുപോയ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. രേവതി മുറിയിലേക്ക് വന്ന് കരയുവാണ്. പിന്നീട് രണ്ടും തീരുമാനിച്ചെന്ന മട്ടില് ഇറങ്ങിയങ്ങോട്ട് നടക്കുക. അങ്ങനെ നടന്ന് നേരെ എത്തുന്ന ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലേക്ക് രേവതി അങ്ങോട്ട് കയറിപ്പോന്നെ ലക്ഷ്മിയമ്മൻ ദേവും കൊണ്ടു. അല്ല ഇതേ രേവതിയാണല്ലോ, ഇതെന്ത് പറ്റുമോളൂ, നമ്മളോടൊന്നും മിണ്ടാതെ അവള് കയറിപ്പോന്നെ. അറിയത്തില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ബാ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് രണ്ടുപേരും. ഈ സമയത്ത് രേവതി അങ്ങ് നടക്കുക. ഓടി ലക്ഷ്മിയമ്മ അടുത്തേക്ക് അങ്ങ് ചെന്നു. എന്നിട്ട് കയ്യിൽ അങ്ങോട്ട് പിടിച്ചു നിർത്തി. ഇതെന്താ മോളെ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോണേ, എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കാം. പക്ഷെ രേവതി ഒന്നും മിണ്ടിയില്ല. എന്താ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തെ, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ആ കൈ അങ്ങോട്ട് ലക്ഷ്മിയമ്മയുടെ തട്ടി മാറ്റിയിട്ട് രേവതി അങ്ങ് നടക്കുക. പെട്ടെന്ന് ദേവു അങ്ങ് ചെന്നു. എന്താ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം. രേവതി ഒന്നും മിണ്ടുന്ന പോലില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് ആ പൈപ്പിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് തലവഴിയൊക്കെ ഒഴിക്കുവാണ് അങ്ങോട്ട്. എന്നിട്ട് നേരെ ക്ഷേത്രത്തിന് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് അങ്ങനെ ശയനപ്രദക്ഷിണം അങ്ങ് ചെയ്യാൻ തുടങ്ങുക. ഈ ഒരു കാഴ്ച കിടന്ന് പെട്ടെന്ന് ദേവും ലക്ഷ്മിയമ്മ ഞെട്ടി. കാരണം ഇത്രയും കാലമായിട്ട് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടത്തുന്നത് രേവതി. കുറെ കാലമായി ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൂമാല കെട്ടാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ ഇതുപോലത്തെ ഒരു മനപ്രയാസമൊന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല. ലക്ഷ്മി പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട് മോളെ, ഒരു കാര്യം ചെയ്ത് ദേവു, നീ പെട്ടെന്ന് സച്ചിനെ വിളിച്ച് കാര്യങ്ങൾ പറയാ. പെട്ടെന്ന് ദേവു എന്ത് ചെയ്യാണ്, പോയി ഫോൺ എടുത്തോണ്ട് സച്ചിനെ വിളിക്കുകയാണ്. സച്ചിയേട്ടാ അത് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് വരണമെന്ന് പറയും. എന്ത് പറ്റി ക്ഷേത്രത്തില്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓട്ടം പോകാനോ മറ്റോ ആണെന്ന് ചോദിക്കും. ഓട്ടം പോകാനൊന്നും അല്ല, രേവതി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. അതിനെന്താ, അവള് വന്നിട്ടുണ്ടെങ്കിൽ അവള് പൂമാല കെട്ടാൻ വന്നായിരിക്കും. മാല കെട്ടിയിട്ട് അവള് വീട്ടിൽ പോട്ടെ, അതിനിപ്പം ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ലോ. അതല്ല ഏട്ടാ, വേറെ പ്രശ്നമുണ്ടെന്ന് പറയും. എന്താ കാര്യം? പിന്നീട് രേവതി വന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അല്ല അവൾക്ക് ഇത് എന്ത് പറ്റി, അവൾ എന്തിനാ അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല, സച്ചിയാണ് എത്രയും പെട്ടെന്ന് വന്നേ മതിയാവളെന്ന് പറയാം. ഈ സമയം സച്ചിയുടെ ഓട്ടം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ശരിയെന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നീട് ആ ഓട്ടം വിളിച്ച ആളെ വിളിച്ചിട്ട് സച്ചി പറഞ്ഞു, അതെ സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ വേറൊരു വണ്ടി പറഞ്ഞ് ഏർപ്പാടാക്കി വിടാം, എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാ. ആ ശരി ഓക്കെ താങ്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി പിന്നീട് വെച്ചിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ യൂണിയൻ ഓഫീസിൽ ചെന്നു. അശോകനെ കൂട്ടിക്കൊണ്ടായിരുന്നു ചെന്നത്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശേഷം നേരെ വക്കീൽ ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പോൾ വക്കീൽ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും പറയണ്ട, സമാധാനം ഉള്ളതും കൂടെ പോയി കിട്ടി എൻ്റെ അശോക എന്ന് പറയാ. അല്ല എന്ത് പറ്റിപ്പോ, ഇപ്പൊ എന്താ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കും. എന്ത് പറയാനാ, വീട്ടിലാണ് ആകെപ്പാടെ അലമ്പം പഴക്കോ ആരൊക്കെ തമ്മില്. നേരത്തെ കുഴപ്പമില്ല, ചന്ദ്രമതിയും ഇനി പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ചന്ദ്രമതിയുടെ സ്വഭാവം വേറെ. ഇപ്പം സുധിയും കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതോടുകൂടി ആകെപ്പാടെ വീട്ടിലത്തെ അന്തരീക്ഷമൊക്കെ മാറി. സുധിയും സച്ചി എപ്പോൾ നോക്കിയാൽ നേരെ നോക്കിയാൽ വഴക്കും പ്രശ്നങ്ങളാ. ഇന്ന് തന്നെയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അല്ല അതിന് മാത്രം എന്താ ഇപ്പൊ പ്രശ്നം, എന്താ അറിയാലോ, എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് അവൻ പോയ കാര്യങ്ങളൊക്കെ അറിയാലോ. അത് മാത്രമല്ല അതിനുശേഷം സുധിയുടെ സ്വഭാവമാണെങ്കിലോ അതൊരു ആർക്കും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവമല്ല. അതോടൊപ്പം തന്നെ ചന്ദ്രമതിയും കൂടും. ചന്ദ്രമതിക്കാണെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് കെട്ടി വന്ന പെണ്ണ്, അവൾ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും രേവതിനെ താഴ്ത്തി കിട്ടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ മനുഷ്യനെ സമാധാനം പോയി നിൽക്കുക. അല്ല രേവതി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പെൺകുട്ടിയല്ലോ, രേവതിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എല്ലാ തവണ അവള് വിട്ടുകൊടുത്തോണ്ടിരിക്കുന്ന, പക്ഷെ ഇപ്പോഴും അവളും തിരിച്ചു പറയാൻ തുടങ്ങി. കാരണം മടുത്തു. അല്ല അന്നെങ്കിൽ പിന്നെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ്, ചന്ദ്രമതിയാണല്ലോ എല്ലാത്തിനും തീ കൊളുത്തി വിടുന്നേ, അവളാണ് ഏറ്റവും പ്രശ്നക്കാരി എന്ന് പറയാ. എനിക്കാണെങ്കിൽ സച്ചിയോട് അങ്ങനെയൊന്നും പറയാനും പറ്റുന്നില്ല. കാരണം അവന്റെ ഈ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും അവനിങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ, അറിയാലോ. അല്ലെങ്കിൽ തന്നെ കുറെ ഭാരമുണ്ട്. ആ പൈസ കിട്ടി കഴിയുമ്പം എങ്ങനെയും കൊടുക്കാന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ ആ പൈസയുടെ സുതി എങ്ങോട്ട് പോയില്ലേ. ഇപ്പൊ സച്ചിയുടെ തലയിൽ ഉത്തരവാദിത്തം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വണ്ടിയുടെ CC അടയ്ക്കണം, എല്ലാം കൊണ്ട് അവന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാന്ന് തോന്നുന്നത് അവനിങ്ങനെ ദേഷ്യപ്പെടുന്നേ. അവനെ കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഈ പെൻഷൻ പൈസ ഒന്ന് കിട്ടുവാണെങ്കിൽ അവനെ കുറച്ച് സഹായിക്കാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണേന്ന് പറയാം. അശോകൻ പറഞ്ഞ് എല്ലാം ശരിയാവുമെന്ന് പറയണം. ഈ സമയം വക്കീൽ വന്നിട്ട് പറഞ്ഞ്, അതേ കേസ് നാളെ കോടതി വിളിക്കും, ലേബർ കോർട്ട് വിളിക്കുന്നുണ്ട്, മധുസൂദന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, കോടതി ഹാജരാൻ പറഞ്ഞിട്ട് നാളെ വിചാരണ ഉണ്ടാവും പറയാം. ഓ ദൈവമേ രക്ഷപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു സാർ എന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് സച്ചി നേരെ ക്ഷേത്രത്തിലേക്ക് വരുക. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കൊണ്ട് രേവതി ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുന്നേ. പെട്ടെന്ന് അങ്ങ് ലക്ഷ്മിയമ്മ എന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല മോനെ, ഇങ്ങ് നോക്കിയേ അവള് കാണിക്കുന്നുണ്ടോ, ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അവള് നിർത്തുന്നില്ലെന്ന് പറയാ. ഇത്രയും കാലമായി കുറെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേങ്കിലൊന്നും ഇതുവരെ ഒന്നും അവളങ്ങനെ ചെയ്തിട്ടില്ല.
ഞാനോ കൃഷ്ണേട്ടനോ അവരെ അതുപോലെ വളർത്തിയത്. ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇവളും അങ്ങനെയൊക്കെ തന്നെയാ. ആർക്കും ഒരു ദോഷം പറഞ്ഞാൽ നിന്ന് വരെ ആഗ്രഹിച്ചിട്ടുമില്ല. എന്റെ മക്കള് ആരോടും ഒരു പരാതി പറയാൻ പോയിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിഞ്ഞു കൂടിയിട്ടുള്ളൂ. ആഹാരത്തിന് വകയില്ലെങ്കിൽ പോലും അവരാരുടെ അടുത്ത് കൈനീട്ടാൻ പോയിട്ടില്ല. ഉള്ളത് വെച്ച് അവരങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നുണ്ടെന്നാ. ഇപ്പൊ ഇങ്ങനത്തെ സംഭവമൊക്കെ ആദ്യമായിട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല മോനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അല്ല ഞാനായിട്ടൊരു പ്രശ്നമില്ലമ്മേന്ന് പറയാം. ഈ സമയം ദേവ് പറഞ്ഞു, അല്ല സച്ചിയേട്ടാ ഞാൻ അവിടെ വീട്ടിൽ വന്നായിരുന്നു പൂവ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ആ സമയത്ത് രേവതി ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിച്ചേ. പിന്നീട് ഞാൻ വന്നിട്ട് പോന്നു കഴിഞ്ഞ ശേഷം എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, എനിക്കറിയത്തില്ല എന്താ കാര്യം എന്നറിയില്ല എന്ന് പറയാം. അതെ, ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ സച്ചേട്ടൻ ഇനിയിപ്പോ ഗജാനന്ദന്റെ കാര്യം പറഞ്ഞ് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല ദേവു, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോകുന്നില്ല ഇല്ലെന്ന് പറയാം. സച്ചേട്ടൻ അറിയാലോ, ഗജാനന്ദന്റെ കാര്യം ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സച്ചേട്ടന് ഒരാപത്തിലും ചെന്ന് പെടലെന്ന് വിചാരിച്ചുകൊണ്ട് മാത്ര. അല്ലെങ്കിൽ സച്ചേട്ടനോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ എന്തേലും ആപത്ത് പറ്റി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് സച്ചേട്ടന് ഇഷ്ടമാ, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും സച്ചിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഇനിയിപ്പോ താനാണോ ഏതെങ്കിലും കാരണത്തിന് അവൾക്ക് ഇനി കാരണമായി തീർന്നേന്ന്. അത് മാത്രമല്ല, അവിടെയുള്ള ഇപ്പൊ പുതിയതായിട്ട് കെട്ടിയൊരു മരുമോളും കൂടെ വന്നിട്ടുണ്ടല്ലോ. എല്ലാ രീതിയിലും അവരെല്ലാരും കൂടി ഇട്ട് ചേച്ചിനെ കുത്തുന്നില്ലേ? ഒരു പക്ഷെങ്കിൽ അവരെന്തേലും വേദനിപ്പിച്ചോന്ന് അറിയില്ലെന്ന് പറയാം. സച്ചി പെട്ടെന്ന് രേവതി എടുത്തേക്ക് രേവതി എഴുന്നേക്കാൻ പറഞ്ഞ് പിടിച്ചങ്ങോട്ട് എഴുന്നേപ്പിക്കുവാണ്. എഴുന്നേപ്പിച്ച് രേവതിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. കാലയ്ക്ക് അങ്ങോട്ട് വരച്ചിങ്ങനെ ഒരുമാതിരി അങ്ങോട്ട് പോവാ. കുറെ സമയം ആയല്ലോ തുടങ്ങിയിട്ട്. പിന്നെ അവിടെ കൊണ്ടെങ്കിൽ ഇരുത്തുവാണ് സച്ചി. എന്താ രേവതി, നിനക്ക് എന്ത് പറ്റി? എന്നോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയാം എന്ന് പറയാണ്. പെട്ടെന്ന് ദേവു വെച്ചു, അല്ല സച്ചിയാണെന്ന് പറഞ്ഞില്ലേ എനിക്ക്? ഞാൻ എന്ത് പറയാനാ ദേവു? ഞാൻ രാവിലെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ വിളിച്ചപ്പോ അല്ലേ വന്നേ. ഞാൻ പോകുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. രേവതി ഒന്നും മിണ്ടില്ല. എന്താ രേവതി കരഞ്ഞോണ്ടിരിക്കാതെ കാര്യം പറ. പിന്നീട് രേവതി അങ്ങ് കരഞ്ഞോണ്ടങ്ങ് സച്ചിയുടെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. സച്ചി ചേർത്തൊടിച്ച് ആശ്വസിപ്പിക്കുക. പോട്ടെ, എന്ത് കാര്യമുള്ള തുറന്നു പറ, കുറച്ച് വിഷമങ്ങൾ മാറി കിട്ടുമല്ലോ എന്നൊക്കെ പറയാം. ഈ സമയം തിരുമേനി എന്നോട് വന്നു. തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുക രേവതിക്ക്. അറിയില്ല എന്ന് പറയണം. ഇവളിങ്ങനെ കരഞ്ഞു മുമ്പൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാം. കാരണം ഇത്രയും കാലമായി ഈ ക്ഷേത്രത്തില് ഇവളുടെ കുഞ്ഞുനാളെ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്ന. പക്ഷെ ഇതുപോലെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച് കണ്ടിട്ടില്ല. ഇവളുടെ മനസ്സിൽ എന്ത് സങ്കടങ്ങളും അതോടൊപ്പം വിഷമങ്ങളും ഉണ്ടെങ്കിൽ ഇവൾ ആരോടും ഒന്നും തുറന്നു പറയാറ് പോലില്ല. എപ്പോഴും ചിരിച്ചു മുഖമായിട്ടാ വരാറല്ലോ എന്ന് പറയാ. ഇത് കേട്ട് സച്ചി പറഞ്ഞു, ഞാനും ചെയ്തുള്ള തിരുമേനി, എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. അതെ, ഒരു കാര്യം ഞാൻ പറയാം സച്ചി. സച്ചിക്ക് കിട്ടാവുന്നേ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പെൺകുട്ടിയാ. ഇവളെ നീ കൈവിടാൻ നോക്കണം. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇവളുടെ മനസ്സിൽ എന്താ വേദന, എന്താ വിഷമം എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെന്താന്ന് വെച്ചാൽ പരിഹരിക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളെന്നും പറഞ്ഞ് തിരുമേനി അങ്ങോട്ട് പോവാണ്. പിന്നീട് സച്ചി രേവതിയുടെ ബാ നമുക്ക് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാന്ന് ഒരു വ്യക്തി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രുതി മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി 2 ബോളിനകത്ത് ജ്യൂസല്ല 2 ബോളിനകത്ത് സോപ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നേ. ഇതെന്താ ജ്യൂസാ, നീ കുടിക്കാൻ പറയണ? ആഹാ, ഇത് ആരാ ഉണ്ടാക്കിയത്? അമ്മയെന്ന് പറയണം. ശരി, കുടിക്കാന്ന് പറയണ. അല്ല നീ കാര്യമായിട്ട് എന്താ ചെയ്തോണ്ടിരിക്കണേ? അതെ, ബ്യൂട്ടി പാർലർ കണക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം കുറെ ചെലവായി. കുറെ സാധനങ്ങൾ മേടിച്ചു വെക്കേണ്ടി വന്നു. ഇനിയിപ്പോ ഈ മാസം ചെലവ് ചുരുക്കിയാലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങോളെന്ന് പറയാം. അല്ല അതെന്തിനാ ചെലവ് ചുരുക്കുന്നേ? അല്ല അറിയാലോ, അമ്മയ്ക്ക് പലിശ പൈസ കൊടുക്കണ്ടേ അയാൾക്ക്. ഓ അതാണോ? അതൊക്കെ അമ്മ മാനേജ് ചെയ്തോളും. നീ ആയിട്ട് അതിനകത്ത് ഇപ്പൊ ഇടപെടേണ്ട ആവശ്യമില്ല. അമ്മ എങ്ങനെയാലും അത് തിരിച്ചു മറിച്ചും കൊടുത്തോളൂന്ന് പറയാം. അല്ലല്ലോ അത് ശരിയാണോ? നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ആദ്യം നീ അതൊന്നും നോക്കണ്ട. നീ നമ്മുടെ ബ്യൂട്ടി പാർലർ അങ്ങ് മെച്ചപ്പെടുത്താൻ നോക്ക്. ബിസിനസ് അങ്ങ് മെച്ചപ്പെടുത്തുക. ആദ്യം അതല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അവളിങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. ശ്രുതി പറഞ്ഞ് ശരിയാണോ ഇല്ലെന്ന രീതിയിൽ. അല്ല സൂപ്പ് കുടിക്കാൻ പറയണം. അങ്ങനെ സൂപ്പ് കുടിച്ചു. ഇത് അമ്മ ഉണ്ടാക്കിയതല്ലേ, എന്ത് പറ്റി? അല്ല രേവതി ഉണ്ടാക്കുന്നതായിരിക്കും ഇത്ര ടേസ്റ്റ് കൂടുതൽ. ഓഹോ, അപ്പൊ അവൾക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയത്തില്ല ഉള്ളോന്ന് ചോദിക്കും. അങ്ങനെയല്ല ശ്രുതി, രേവതിക്കാണെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാലോ, അതുകൊണ്ടാ. ഇതിപ്പോ ആണെങ്കിലോ എന്ത് പറ്റി? ഒന്നുമില്ല. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ടില്ലല്ലേന്ന് ചോദിക്കുക. ഇഷ്ടപ്പെടായികയല്ല, ഞാൻ ടേസ്റ്റിന്റെ കാര്യം പറഞ്ഞ. അതിപ്പോ രേവതിക്ക് ഇപ്പൊ ഇച്ചിരി ഫുഡ് ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞോണ്ട് നിനക്ക് നല്ല നല്ല കഴിവുകളില്ലേന്ന് ചോദിക്കുക. എനിക്ക് എന്ത് കഴിവുണ്ടെന്നാ പറഞ്ഞേ? പിന്നെ നീ നന്നായിട്ട് ഡാൻസ് കളിക്കും, യോഗ ചെയ്യും, പിന്നെ ബ്യൂട്ടി പാർലർ നടത്തുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രേവതിക്ക് ആഹാരം ഉണ്ടാക്കാൻ മാത്രം അറിയത്തുള്ളൂ എന്നല്ലേ ചോദിക്കുക സുധി. അല്ല പിന്നെ അതിപ്പോ ആഹാരം ഉണ്ടാക്കുന്ന ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അത് നല്ലൊരു കഴിവ് തന്നെയല്ലേ. നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കാനായിട്ട് എല്ലാവരെ കൊണ്ട് സാധിക്കൊന്നുമില്ല എന്ന് ശ്രുതി തിരിച്ചും പറയുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, ഇതപ്പടി സ്പൈസി ആണെന്ന് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് അങ്ങോട്ട് വെക്കുക. ഞാൻ അത് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എടുത്തിട്ട് കുടിക്കുക. ഇത് സ്പൈസി ഒന്നും അല്ല, നല്ല സ്വീറ്റ് ആണല്ലോ എന്ന് പറയാം. സ്വീറ്റോ? അല്ല നീ കുടിച്ചിട്ട് ബാക്കിയില്ല, അതുകൊണ്ട് സ്വീറ്റ് ആണെന്ന് പറഞ്ഞു. ഒന്ന് പൊക്കോ അവിടെ നിന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ചീത്ത പറയാണ്. ഈ സമയത്താണ്
രേവതിനെ പതുക്കെ പിടിച്ചോണ്ട് സച്ചി അകത്തേക്ക് കയറി വരുന്നത്. രേവതിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചന്ദ്രമതിയാണ് നിൽപ്പുണ്ട്. ചന്ദ്രമതിയെ കണ്ടതും സച്ചി വെച്ചു, അല്ല നിങ്ങൾ എന്താ ഇവളോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് പറയാനായിട്ട്, സത്യം പറ. നിങ്ങൾ ഇവളെ എന്തോ പറഞ്ഞ് വേദനിപ്പിച്ചോണ്ടാ ഇവൾ ഇങ്ങനെ ഇരിക്കണേ. ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാര്യം പറയണം. ഓഹോ, അപ്പൊ നീ അതിനിടയ്ക്ക് പോയി അതും കൊളുത്തി അങ്ങോട്ട് കൊടുത്തോ? ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലമ്മേ, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. അല്ലെങ്കിൽ രേവതിയൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അമ്മ എന്തേലും പറയാതെ ഇവിടെ ഇത്രമാത്രം മനസ്സ് വേദനിക്കില്ല. ഇവളുടെ മനസ്സിൽ എന്തോ വിഷമം തട്ടിയിട്ടുണ്ട്. കാര്യം പറ, അമ്മ എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ചന്ദ്രമതി ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയം ശ്രുതിയും കൂടെ അങ്ങ് ഇറങ്ങുന്നു. ശ്രുതി വെച്ച്, നീ എന്തിനാണ് കിടന്ന് ഒച്ചപ്പാണ്ടാക്കുന്നേ? ഇവിടെ ആരെന്നാ പറഞ്ഞെന്നാ? ഇതേ ഒരക്ഷരം മിണ്ടിപ്പോയേക്കരുത്. പറഞ്ഞേക്ക എന്റെ കൈ വെറുതെ മേടിച്ചു കിട്ടല്ല, അടുത്ത വെള്ളം കൂടെ നിങ്ങളെ ഞാൻ ഒടിച്ചു വിടുമെന്ന് പറയണം. പിന്നീട് ശ്രുതി പറഞ്ഞൊന്നും മിണ്ടായിരിക്കും ശ്രുതി, ഒന്നിനും പോകണ്ടെന്ന് പറയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, ഞങ്ങൾ ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതും സച്ചി ദേഷ്യപ്പെട്ട് ചന്ദ്രമതിയെ നോക്കുകയാണ്. ചന്ദ്രമതിക്ക് മനസ്സിലായി ഇനി മിക്കവാറും ഇവിടെ നിന്ന് കളി മാറുമെന്നുള്ള കാര്യം. കാരണം എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് സച്ചിയുടെ വരവെന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിനും ഉള്ളിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.